ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു രസം വയ്ക്കാം. അതിന് ഇച്ചിരി കരിയേപ്പില എടുക്കണം. അത് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയ. നമുക്ക് ഇത്തിരി കരിയേപ്പില എടുക്കാം. കരിയേപ്പില കിട്ടിയിട്ടുണ്ട്. എന്ന് ഇത്തിരി മല്ലിയില ഇതാണ് നമ്മൾ രസത്തിലൊക്കെ ഇടുന്ന. മല്ലിയില കാണിക്കുന്നത്. ഇത് രസം വയ്ക്കുമ്പോൾ, സാമ്പാർ വയ്ക്കുമ്പോഴൊക്കെ ഇടും. എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും തോരൻ വയ്ക്കുമെന്ന് പറയുന്നത് ചൊറിയണമാണ്. ഇഞ്ചി ഉണ്ടോ? പച്ചമുളകുണ്ട്. പച്ചമുളക് പറിക്കട്ടെ. എന്നേ ഉള്ളോ? കോവയ്ക്കൊക്കെ നശിച്ചു പോയി. 3-4 നിൽക്കുന്നു. പറിക്കാൻ പറ്റുമോ നോക്കാം. ഇത് പറിക്കാൻ പോയപ്പം ഒരു പാവയ്ക്ക, 2-3 കോവയ്ക്ക, മുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയും. നമുക്ക് രസം വയ്ക്കാൻ ഇതിടാം. രസം വയ്ക്കാൻ ചട്ടി അടുപ്പി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കടുക്, തക്കാളി, ചൂല സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇത്രയും വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നുണ്ട്. സവാള വെച്ച് കൊടുക്കുക. ഞാനുണ്ടാക്കുന്ന രസമാണ് ഈ കാണിക്കുന്നത്. എല്ലായിടത്തും പല സ്ഥലത്തും പല ആൾക്കാർ പല മോഡലിലും ഉണ്ടാക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, തക്കാളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് വാടി വരട്ട്. വാടിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇപ്പോൾ നോക്കിയപ്പോൾ കായപ്പൊടിയില്ല. കായപ്പൊടിയും കൂടെ വേണമായിരുന്നു. ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റുക. നല്ല മൂത്ത് വരുമ്പോൾ പുളി കലക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഒറ്റ കൈ വെച്ച് ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. രസം തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഞാനിങ്ങനെയാണ് രസം വയ്ക്കുന്നത്. നല്ല വെട്ടി തിളയ്ക്കട്ടെ. തിളച്ച് നല്ല രുചിയായിട്ട് വരണം. ഇത് മാത്രം മതി കോരി വീട്ടി ചോറ് തിന്നാൻ. ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ് ഞാൻ പറിച്ചുകൊണ്ടൊന്ന് എരിഞ്ഞ് വെച്ചതാണ്. മറ്റേ മല്ലിയില ഇല്ല. സ്വല്പം കായം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായാണ്. കായത്തിൻ്റെ കട്ട കാണണം, അതെടുത്തിടാം. കായം ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടു, എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രസം സൂപ്പറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും പല രീതിയിലും വയ്ക്കും. ഞാൻ വയ്ക്കുന്നത് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫ്ലെയിം അണച്ചു. ഇതിലിരുന്ന് തിളച്ചോളും.